സതീഷ് വസന്ത, ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു മതസംഘടന എന്ന് പറയാൻ കഴിയില്ല, അതിതീവ്രമായ ഒരു മതസംഘടന, അവരുടെ ചട്ടക്കൂടിൽ നിൽക്കാത്തവരെ അവർ ഏത് വിധേനയും ദ്രോഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തുന്ന ശബ്ദശകലങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ പുറത്താക്കും. അങ്ങനെ ഒരു വിലക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലെ അത്രത്തോളം ദ്രോഹിക്കുന്ന ഒരു നിലപാടിലേക്ക് ആ നേതൃത്വം മാറും. സ്വയം പ്രവാചകനായി അവരോധിക്കപ്പെടുന്ന ഒരു മത നേതാവ് ഷാഹുൽ ഹമീദ് എന്ന ആ ഒരു വ്യക്തി, അദ്ദേഹം എന്താണോ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ അത് അനുസരിപ്പിക്കും. അത്തരത്തിലുള്ള ഒരു മതത്തിൻ്റെ പേരിൽ ദ്രോഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു സംഘടന മാറുമ്പോൾ അവിടെ പ്രസക്തമാകുന്നൊരു ചോദ്യം ഇതാണ്: നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക്, നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എന്ന്? നോക്കൂ കെ.പി., ഇപ്പോൾ റിപ്പബ്ലിക് പാർട്ടിയുടെ വക്താവും ബഹുമാനപ്പെട്ട നമ്മളെ ജയചന്ദ്രൻ മാസ്റ്ററും ഒക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാലോ, ഇതൊരു കുടുംബപരമായിട്ടുള്ള അവരൊരു സംഘടന രൂപീകരിച്ചിട്ടുള്ളതാണ്. ആ സംഘടന രൂപീകരിച്ചിട്ട് അത് ഒരു വിപുലീകരിച്ച് നമ്മൾ റിപ്പബ്ലിക് പാർട്ടിയുടെ നസ്രത്ത് പറഞ്ഞ പോലെ ഇത് 129 വർഷത്തിന് മുമ്പേ ഉള്ള ഒരു കുടുംബമാണ് പുത്തൻപുരയ്ക്കൽ. ആ പുത്തൻപുരയ്ക്കലിലെ കുടുംബങ്ങളിൽ മക്കളായി അത് ഡിവൈഡ് ചെയ്ത് പോയി. അത് അവർ വരും പോവുമല്ലോ. ജയചന്ദ്ര മാസ്റ്റർ പറഞ്ഞ എന്താണ്, തൊട്ടടുത്തുള്ള കൊടുവള്ളി, അവിടെ നല്ലൊരു കുടുംബമാണ്. ഈ തൊട്ടടുത്ത കാലം വരെ അവർ എല്ലാവരെയും വിളിച്ചത് എല്ലാ മത ആൾക്കാരെയും വിളിച്ച് നല്ലൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ ഒരു ആൾക്കാരെ ആരാണ് അവിശ്വസിക്കുന്നത്? അങ്ങനെ ആയിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് അവർ ഒരുപാട് മാറിക്കഴിഞ്ഞു. അവിടെയാണ് ചില ചോദ്യങ്ങൾ വരുന്നത്, ചില നിഗൂഢതകൾ വരികയാണ്. അല്ല, മാസ്റ്റർ പറഞ്ഞ പോലെ അത് നമുക്ക് ചിന്തിപ്പിക്കേണ്ടതാണ്. അത് ഏത് മതത്തിൽ, ഞാനാണ് പറയുന്നത്, അത് ഹിന്ദു മതമായിരുന്നാലും ക്രിസ്ത്യൻ മതമായിരുന്നാലും അതുപോലെ തന്നെ നമ്മളെ മുസ്ലിം മതമായിരുന്നാലും, അല്ല അവിടെ ഹിന്ദു മതമായി കഴിഞ്ഞാലും ക്രൈസ്തവ മതമായി കഴിഞ്ഞാലും എത്ര പെട്ടെന്നാണ് നമ്മുടെ സംഘടനകൾ, നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ പോലീസൊക്കെയും ഇടപെടുന്നത്. കാരണം നന്മകൾ ചെയ്യുമ്പോൾ, സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പോലും അതിന് വികാരം നിൽക്കുന്ന പോലീസ് സംവിധാനങ്ങളും ഭരണകൂട സംവിധാനമാണ്. അവിടെയാണ് ഈ ഒരു ഇരട്ടത്താപ്പ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇരട്ടത്താപ്പ് എവിടെയാണ് പറയൂ. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്, അതിൻ്റെ കേസ് നടക്കുന്നതായിരിക്കും. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത ഉടനെ അതിൻ്റെ കേസ്, ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു, ആ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കേസെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എവിഡൻസ് കൊടുക്കണ്ടേ? എന്നാലേ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇത് വരുന്നത്. ഇപ്പം ഇപ്പം രണ്ടുപേര് വന്ന് പറയാണ്, ഇന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, പറയൂ, നമ്മൾ എടുക്കാം. എത്രയെത്ര അനുഭവങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയാണ് ആൾക്കാർ. അത് നോക്കൂ, ഞാൻ കെ.പി.നെ പറയുന്നത്, ഇപ്പോഴും നിങ്ങൾ ഈ വാർത്തയെല്ലാം വന്ന് വേറെ ഏത് ചാനലിൽ വാർത്ത വന്നിട്ടുണ്ട് നമുക്കറിഞ്ഞൂലല്ലോ. ഇപ്പോൾ ജയചന്ദ്ര മാസ്റ്റർ പറഞ്ഞല്ലോ, ഞാൻ നെട്ടിയിരിക്കുകയാണെന്ന് തന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ആ കുടുംബത്തെ നമ്മൾ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. ഇത് സ്വാഭാവികമല്ലേ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ആ സംഭവത്തിൽ എന്താണെന്ന് നമുക്കൊരു അന്വേഷണം നടത്തണം. ഒരു സംശയമില്ല, ഈ സർക്കാരിനെ സംബന്ധിച്ച്, ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പുകളെയും പ്രൊവൈഡ് ചെയ്യില്ല. അതാണ് പറഞ്ഞത്, നമ്മൾക്ക് വോട്ട് ബാങ്കൊന്നും വേണ്ട, നിങ്ങൾ നമ്മളെ ഇടതുപക്ഷത്തിന് മാറ്റില്ല. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ഏത് പക്ഷത്തു നിന്നായിരുന്നാലും നമ്മൾ അതിൻ്റേതായ തീരുമാനങ്ങളായിട്ടാണ് പോണത്, ഒരു സംശയവും ഇല്ല.